അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബറിൽ അമേരിക്കയിലേക്കെന്ന് റിപ്പോർട്ട്. തിരുവനന്തപുരത്തേക്കെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. ഇപ്പോൾ അത് മാറി. ഷിക്കാഗോയിൽ മെക്സിക്കോയുമായി സൗഹൃദ മത്സരം അവർ കളിക്കും. ഒക്ടോബറിൽ നിശ്ചയിച്ചിരുന്ന ചൈന ടൂർ റദ്ദാക്കിയതായും റിപ്പോർട്ട് വരുന്നു. അനിൽ വാസുദേവ് തത്സമയം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് അനിൽ, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്നായിരുന്നു മന്ത്രിയും അതുപോലെ തന്നെ സ്പോൺസറും ആവർത്തിച്ചു പറഞ്ഞത്. ഒക്ടോബറിൽ വരുന്നില്ലെങ്കിൽ മെസ്സിയെ ഇന്ത്യയിൽ തന്നെ കാല് കുത്തിക്കില്ല എന്ന തരത്തിലാണ് സ്പോൺസർ തന്നെ വലിയ രീതിയിൽ വെല്ലുവിളിച്ചത്. പക്ഷേ മെസ്സി അല്ലെങ്കിൽ അർജന്റീന ആ വെല്ലുവിളി ചെവി കൊണ്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം മെസ്സി ഒക്ടോബറിൽ അമേരിക്കയിലേക്കാണ് ഇനി പോകുന്നത് എന്നുള്ളതാണ് അർജന്റീനൻ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ചൈനയിലേക്കെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. അപ്പോഴും കേരളത്തിൻ്റെ പേര്, ഇന്ത്യയുടെ പേര് ഒരു ഘട്ടത്തിൽ പോലും പരാമർശിച്ചിട്ടില്ല. മെസ്സി ഒക്ടോബറിൽ കളിക്കുന്ന കാര്യം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, ചൈനയിൽ കളിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അന്ന് പറഞ്ഞ ഗ്യാസ് നെഡ്യൂൾ, TYCയുടെ അർജന്റീനൻ സ്പോർട്സ് മീഡിയയാണ്, അവരുടെ ഏറ്റവും വിഖ്യാതനായ ജേർണലിസ്റ്റ് ഗ്യാസ് നെഡ്യൂൾ പറഞ്ഞത് അദ്ദേഹം ചൈനയിലായിരിക്കും 2 മത്സരങ്ങളിൽ നിന്ന്. പക്ഷേ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഇപ്പോൾ ഗ്യാസ് നെഡ്യൂൾ തന്നെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലൂടെ പറയുന്നത് മെസ്സിപ്പട ഒക്ടോബറിൽ കളിക്കുക അമേരിക്കയിലായിരിക്കും. അമേരിക്കയിലെ ഷിക്കാഗോയിൽ മെക്സിക്കോയുമായിട്ടായിരിക്കും ഈ മത്സരം ഉണ്ടാവുക. 8 മുതൽ 14 വരെയുള്ള തീയതികളിൽ ഒന്നിലായിരിക്കും ഈ മത്സരം ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം കൺഫേംഡോ, അവരുടെ ഭാഷയിൽ അങ്ങനെയാണ്, കൺഫേം ആയി എന്ന തരത്തിൽ തന്നെ ഇപ്പോൾ ഗ്യാസ് നെഡ്യൂൾ ഒരിക്കൽ കൂടി പറയുന്നത്. എന്തായാലും കേരളത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ കാര്യമോ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അർജന്റീന ആരാധകർക്ക്, മെസ്സി ആരാധകർക്ക് ഒരിക്കൽ കൂടി നിരാശ നൽകുന്നതാണ് ഈ വാർത്ത. ഇപ്പോഴും മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ സ്പോൺസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും മെസ്സി എത്തും ഒക്ടോബറിൽ വരും, നമ്മളോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വീണ്ടും വരുന്ന വാർത്ത സൂചിപ്പിക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിൻ്റെ പേര്, ഇന്ത്യയുടെ പേര് പരിഗണിച്ചിട്ടേ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 2026 ഇനി വേണമെങ്കിൽ നോക്കാം എന്നുള്ളതാണ്. പക്ഷേ സ്പോൺസർ പറയുന്നത് ഇപ്പോൾ വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും വരാൻ പോകുന്ന മെസ്സിക്ക് തന്നെയാണ് നഷ്ടം. മെസ്സി വലിയ രീതിയിൽ കുത്തുവാളയടക്കും എന്നുള്ള തരത്തിലൊക്കെ തന്നെ ആ തരത്തിലുള്ള പരിഹാസത്തോടു കൂടിയാണ് ആ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും മെസ്സി ഒക്ടോബറിൽ ഇല്ല കേരളത്തിലേക്കില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. SK. എന്തായാലും അനിൽ വാസുദേവ്, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. മെസ്സിയെ കാണാമെന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു നമ്മൾ. തിരുവനന്തപുരത്തൊക്കെ നമ്മൾ പൂക്കടയുടെ അടുത്തൊക്കെ നിൽക്കുന്ന സമയത്ത് മെസ്സി അതിലേ പോകുന്നു എന്ന് വിചാരിച്ചൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. മൊത്തം തകർന്നുപോയി. മാത്രമല്ല ഈ അങ്ങോട്ട് അയച്ചു കൊടുത്ത പൈസ ഇങ്ങോട്ട് തിരിച്ചയച്ചു തരത്തില്ലെന്ന് പറയുന്ന ഒരു സാധാരണ എങ്ങാരമുള്ള ചേട്ടനെ കൂട്ട ഒരാളാണ് ഈ മെസ്സി എന്ന് പറയുന്ന മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ഇക്വേഷനിൽ എത്തിയതും മലയാളികൾ ചെയ്ത് കുറച്ച് കടന്ന കൈയായിപ്പോയി. തീർച്ചയായും ഈ പണത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. പണം കൊടുത്തോ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ പണം കൊടുത്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു രേഖ പോലും പുറത്തുവിട്ടില്ല. അവർ പറയുന്നത് ഇത് ചില കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് ആണ്. പക്ഷേ ഒന്ന് കാണിക്കാൻ പോലും ഇത്ര കണ്ട് ആധികാരികമായി 130 കോടി കൊടുത്തിട്ടുണ്ട് എന്ന് അവർ ആവർത്തിക്കുകയാണെങ്കിൽ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവർ മറച്ചു വെച്ചോട്ടെ. പക്ഷേ ഇത്ര തുക അടച്ചു, അതിൻ്റെ ഒരു ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ ഒരു ചെറിയ കഷ്ടമെങ്കിലും കാണിച്ചാൽ ബാക്കി എല്ലാവരും വിശ്വസിച്ചായിരുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നതിൽ എന്തെങ്കിലും ചില ആധികാരികത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാമായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇപ്പോഴും ആ ഒളിച്ചുകളി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ സ്പോൺസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിശ്വസിക്കുകയല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ ഇന്നലെ ഇതുപോലെ തന്നെ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം വളരെ തെറ്റാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ കേരളത്തോട് കള്ളം പറഞ്ഞു എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അതായത് മന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ ഖജനാവിന് ഒരു നയാ പൈസ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും മന്ത്രിയുടെ 2024 ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനൻ ടീമിനെ ക്ഷണിക്കാൻ വേണ്ടി അങ്ങ് സ്പെയിനിൽ പോയതിൽ മാത്രം 13 ലക്ഷം രൂപ കേരളത്തിൻ്റെ ഖജനാവിന് നഷ്ടമായി. നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൊക്കെ വന്ന് പറഞ്ഞത് ഒരു 3-4 ലൈഫിൽ വീടുണ്ടാക്കേണ്ട പൈസയാണ് ഈ പോയത് എന്ന തരത്തിലാണ് കമൻറ്റുകളൊക്കെ തന്നെ വന്നത്. പറഞ്ഞത് കറക്റ്റാണ്. 13 ലക്ഷം ഇവരെ സംബന്ധിച്ചിടത്തോളം നയാ പൈസ അല്ലായിരിക്കാം, പക്ഷേ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം 13 ലക്ഷം വലിയ തുക തന്നെയാണ്. എന്തായാലും അങ്ങനെ വലിയ രീതിയിൽ കബളിപ്പിക്കൽ, ഇല്ലെങ്കിൽ പറഞ്ഞ ചെറിയൊരു വില നിലവാരം കൂടി ചോദിച്ചോട്ടെ. നമ്മുടെ മെസ്സിയുടെ കൂടെ ഒരു സെൽഫി എടുക്കുന്നതിന് എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? എനിക്കറിയില്ല. ഇല്ലല്ലേ, അത് 2 കോടി വരെ ചാർജ് ചെയ്യുന്നു. ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെ കണക്ട് ചെയ്യുന്ന സെൽഫി എടുക്കാൻ. അങ്ങനെയുള്ള ഒരു മെസ്സിയെ കുറിച്ചാണ് നമ്മൾ 50 കോടി അങ്ങേര് പറ്റിക്കുമെന്ന്. മെസ്സി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. പിന്നെ ഇതിനകത്ത് സാങ്കേതികമായി വേറൊരു പ്രശ്നം കൂടിയുണ്ട്. മെസ്സിയുമായിട്ടല്ല ഇവർ കരാർ ഒപ്പിട്ടിരിക്കുന്നത്, അർജന്റീനയുമായിട്ടാണ്. മെസ്സി ഡിസംബറിൽ ഇന്ത്യയിൽ 3 നഗരങ്ങളിലേക്ക് വരുന്നുണ്ട്. കൊൽക്കത്ത, ഡൽഹി, ഒപ്പം തന്നെ മുംബൈ അടക്കമുള്ള നഗരങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. മെസ്സിയുടെ സ്പോൺസറുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ സ്വകാര്യ പരിപാടിക്കാണ് വരുന്നത്. ഏതെങ്കിലും തരത്തിൽ അർജന്റീനൻ ടീമുമായി ഉണ്ടാക്കിയ കരാറിൽ മെസ്സിയെ തടയാൻ ഇവർക്ക് പറ്റുമോ, അല്ലെങ്കിൽ മെസ്സിയെ കാല് കുത്തിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്താ ആധികാരികതയാണെന്നുള്ളൊരു ആ തരത്തിലുള്ള വിമർശനങ്ങളും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരിഹാസങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ സ്പോൺസറുടെ വാക്കുകൾക്കെതിരെ ഉയരുന്നുണ്ട്. SK.
ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്. എന്തായാലും അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നൊരു സെൽഫി എടുക്കാനും ആ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ആ മതിൽ ചാരിന്ന് അദ്ദേഹത്തിനോട് 2 വർത്തമാനം പറയാനൊക്കെ ഉള്ള ഒരു അവസരമാണ് കൈമോശം വന്ന്. കഷ്ടമായി പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.